ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ പ്രീ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിൽ വെച്ചുകൊണ്ടായിരുന്നു നടത്തിയിരുന്നത്. മിക്കേൽ സ്റ്റാറയുടെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു പ്രീ സീസൺ നടന്നിരുന്നത്. ഏകദേശം 5ഓളം മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു, മികച്ച പ്രകടനം അവിടെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ പ്രീ സീസൺ കൊണ്ട് ക്ലബിന്റെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കാൻ പരിശീലകനോ മറ്റുള്ളവർക്കോ കഴിഞ്ഞിരുന്നില്ല. കാരണം സീസണിൽ മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. ഏതായാലും അടുത്ത പ്രീ സീസണിനെ കുറിച്ചുള്ള പ്ലാനുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് സ്കിൻകിസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വരുന്ന സീസണിൽ നേരത്തെ തന്നെ പ്രീ സീസൺ ആരംഭിക്കും. ജൂലൈ 1-ാം തീയതി തന്നെ പ്രീ സീസൺ തുടങ്ങാനാണ് പ്ലാനുകൾ എന്നാണ് SD ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത തവണ പ്രീ സീസൺ നേരത്തെ തുടങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ. ജൂലൈ 1-ാം തീയതി തന്നെ ആരംഭിക്കും. അപ്പോൾ ജൂലൈ മാസവും ഓഗസ്റ്റ് മാസവും സെപ്റ്റംബർ മാസത്തിലെ പകുതിയും ലഭിക്കും. ISL തുടങ്ങുന്നതിന് മുന്നേ 2.5 മാസം തയ്യാറെടുപ്പ് നടത്താനാണ് ഞങ്ങളുടെ പ്ലാൻ. അടുത്ത സീസണിലേക്കുള്ള ചില സൈനിങ്ങുകൾ ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പേരുകൾ അധികം വൈകാതെ തന്നെ പുറത്തു വരും. ഇതാണ് ഇപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരിയിൽ ഒരു പിടി താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് അമയ് റണവാഡ്, അതുപോലെ തന്നെ ഗോൾ കീപ്പറായ അർഷ് എന്നിവരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അടുത്ത സീസണിൽ വലിയ ഒരു മാറ്റം നമുക്ക് ക്ലബിനകത്ത് പ്രതീക്ഷിക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.